ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വരെ ഞങ്ങള് കേരളത്തിലായിരുന്നു. ഇന്ന് നമ്മൾ രാജ്യം വിട്ട് തമിഴ്നാട്ടിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പോകുമ്പോ വീട് അടിച്ചോരി തുടച്ചിട്ട് പോയ വീട് ഞാൻ വന്നപ്പോഴും അങ്ങനെ തന്നെ കിടക്കുന്നു. നിങ്ങൾ അടിച്ചോരിയിട്ടില്ല? ഞങ്ങൾ അടിച്ചോരില്ല. തുണികളൊക്കെ തിരുമ്പിട്ടു. അത് ആ കൊട്ടയിൽ ഇട്ടിട്ട് പോയ തുണികൾ. ബാക്കി അവിടെ യൂണിഫോമുകളൊക്കെ ഉണ്ടായിരുന്നു. അതെന്ത് തിരുമ്പാന്ന് ശരിയാണ്. അതാണ് നമ്മള് എവിടുന്നേലൊക്കെ മാറിയിരുന്നാല് നമ്മളെ അതിന്റെ വിറ്റതല്ല. സോപ്പ് പൊടിയാണ് പെണ്ണെ. സോപ്പ് പൊടി വാങ്ങി. സോപ്പ് പൊടി നമ്മുടെ കലക്കി വെച്ചിട്ട് ആ പാത്രം കഴുകുന്ന അടിയിൽ ബക്കറ്റിലുണ്ടായിരുന്നു. അതാണ് വീട്ടിൽ എപ്പോഴെങ്കിലും അടുക്കളയുടെ ഉള്ളിൽ കയറി നോക്കണം എവിടൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. അതാണ്. അപ്പൊ സോപ്പും പൊടി വീട്ടിലുണ്ടായിട്ട് സോപ്പും പൊടി പുറത്തുനിന്ന് വാങ്ങി എതിലെ തിരുമണ കയ്യിലിയാ. എന്നാണ് വാഷിംഗ് മെഷീൻ തിരുമ്പാൻ അറിയില്ല. വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ അറിയാത്തതുകൊണ്ട് കയ്യിലിങ്ങനെ ഉക്കാണ് തിരുമ്പണിയാ. എന്തിനാ ഇത്ര റിസ്ക്? വാഷിംഗ് മെഷീനിൽ തണ്ണീറൊപ്പി രണ്ട് തിരിച്ച് അത് തിരുമ്പല്ലോ. ഇതാണ് എന്തെങ്കിലുമൊക്കെ ആണുങ്ങൾ അടുക്കളേക്കും കാരണം വീട്ടിൽ പണി എടുക്കണം. അപ്പോഴാണ് അതൊക്കെ അറിയുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഒരു യാത്ര പോണുണ്ട് അല്ലേ? ഞങ്ങൾ ഇനി ഒരു യാത്ര പോണുണ്ട്. എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് 6-ാം തീയതി വരെക്കും ലീവില്ലേ, എന്തിനാ നിങ്ങൾ പെട്ടെന്ന് പോകുന്നത്, നിങ്ങൾക്ക് അവിടെ നിന്നൂടെ എന്നൊക്കെ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതിനൊരു റീസൺ ഉണ്ട്. ഞങ്ങൾക്ക് ഇന്നും ഞങ്ങളൊരു യാത്ര, നമ്മൾ ഇന്നലെയാണ് വന്നത്. ഇന്നലെ വന്നതിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. ഇന്നും നമ്മളൊരു യാത്ര പോവുകയാണ്. നമ്മൾ 4 ദിവസമാണ് എങ്ങടാ പോകുന്നത്. വഴിയുള്ള വീഡിയോയിൽ എന്തായാലും ഞാൻ പറയാം. നമ്മൾ യാത്രയ്ക്ക് പോകാനുള്ളത്. ഇപ്പൊ കൊണ്ടുവന്നത് ഇന്നും ബാഗിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. അതവിടെ തന്നെ കിടക്കണ്ട. ഇനി അടുത്തത് വേറെ ബാഗ് എടുത്തിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ എങ്ങടാണെന്ന് എല്ലാവരും ആ ഒരു വീഡിയോക്ക് വേണ്ടി എല്ലാവരും മിസ് ചെയ്യുക. അതൊരു സർപ്രൈസ് ആണ്. ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പോണ കാര്യം. നമ്മൾ ഓൾറെഡി അത് സ്കൂൾ ലീവുന്നതിന് മുന്നേ ഒരു 4 ദിവസം നാട്ടിൽ പോയി നിന്നിട്ട് പിന്നെ നമുക്ക് പോകാന്നുള്ളൊരു പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ടിക്കറ്റൊക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടും പോയത്. അപ്പൊ നമ്മൾ വന്നപ്പോൾ ഓൾറെഡി എല്ലാവരും പിന്നെ ഒരുപാട് പേര് വീഡിയോയില് നമ്മളന്ന് ആ ട്രോളിയുടെ വീഡിയോ ഉണ്ടായിരുന്നില്ല. ട്രോളിയുടെ വീഡിയോയിൽ ഒരുപാട് പേര് ഇപ്പോഴും അത് മനസ്സിലായിരുന്നു. ട്രോളി നല്ല ഭംഗിയുണ്ട്, എന്താണ് അതിന് റേറ്റ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതെന്താ പറയാതിരുന്നു വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ നാട്ടിലത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ മിണ്ടാതിരുന്നതിന് കാരണം വേറെ ഒന്നാണ്, മറ്റൊന്നും കൊണ്ടല്ല. നമുക്ക് പറയാം, നമുക്കും ആഗ്രഹമുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമായിരിക്കണം ആ ട്രോളി. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇങ്ങനെ ഒരു 3 ഒരേ റേറ്റിന് കിട്ടുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഇപ്പോഴാണ് ആ 3 കിട്ടിയത് നമുക്ക് ലാഭമാണെന്ന് മനസ്സിലാവുന്നത്. നമ്മൾ വേറെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അതിന്റെ ഒറ്റക്കുള്ള റേറ്റ് മനസ്സിലായത്. അപ്പൊ മിയാസ് എവിടെ വെച്ചാല് മിയാസ് നല്ല ഉറക്കാണ്. മിയാസിന്റെ വീട്ടിലെത്തിയപ്പോ 4 മിയാസായി. അവിടെ ഒരു മിയാസ് ഉണ്ടായിരുന്നുള്ളൂ രാവിലെ നീച്ചാല്. ഇവിടെ അപ്പൊ 4 മിയാസായിരിക്കണം. അതാണ് അവരവരുടെ കുട്ടികൾ അവരവരുടെ വീട്ടിൽ പോകുമ്പോ 4 ആൾക്കാരാണെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഞങ്ങളെ തെരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പറയുന്നുണ്ട് ഉമ്മ. ഓള് ഞങ്ങൾ വന്നപ്പോ അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ വന്ന് കയറിയ ഉടനെ താത്താ പറഞ്ഞിട്ട് റൂമിൽ കൂടെ ഒക്കെ സാധനം താത്താന്നാ വിളിച്ച്. അപ്പൊ ഞങ്ങൾ കടന്ന റൂമിൽ കൂടെ ഒക്കെ പോയി നടക്കുന്നുണ്ട്. പിന്നെ അമ്മനോട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, ഇത്ര എവിടെയാന്ന് ചോദിക്കുവാണെങ്കിൽ എവിടെയാ ചോദിക്കും. അപ്പൊ ഓള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലേ. ഇപ്പൊ ചോറ് കൊടുക്കാതിരുന്നാ ഇങ്ങനെ നിൽക്കും. ഈ 2 കൈ തലയിലിരിക്കും. എങ്ങനെ രക്ഷപ്പെടുന്നറിയില്ല. രക്ഷപ്പെടാൻ വേണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ഓടും, അവിടുന്ന് ഇങ്ങോട്ട് ഓടും. ഭയങ്കര ഇതായിരുന്നു. ഓളെ കൂടെ ഒരു 4 ദിവസം സമയം പോയത് അറിയില്ല. മിയാസിനെയും സനാനെയൊക്കെ ഓൾക്ക് ഭയങ്കര ഇതായി. ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തപ്പോൾ ഓൾക്ക് എന്താ ഒരു ചെറിയോള്. എന്നിട്ട് ആ റൂമിൽ പോയി വെക്കുക ഞങ്ങളവിടെ ഉണ്ടോന്ന്. അപ്പോൾ ഓൾക്ക് ഒരു 4 ദിവസം കൊണ്ട് പരിചയമായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ 4 ദിവസം അങ്ങോട്ട് പോയി. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു 4 ദിവസം? ഞങ്ങളെല്ലാവരും സുഖം മറിച്ച് നമ്മള് ആളെ അല്ലാതെ പറയുന്നുണ്ട് അതിലെ വീട്ടിന്റെ ഉള്ളിൽ വന്ന ഒരു 4 മീനും അതന്നെ ഉള്ളൂ. അപ്പൊ നമ്മള് ഇന്നെന്തായാലും ട്രോളിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. ട്രോളി നമ്മള് സഫാരിയെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിന്നെ ഒരുപാട് പേര് ഡിമാർട്ട് ബാംഗ്ലൂരിലാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ സേലത്തിലും ഡിമാർട്ട് ഉണ്ട്. ഞങ്ങളൊക്കെ പോകും, പക്ഷെ നമ്മൾ അധികം ഇവിടുന്ന് വീഡിയോ അലൗഡ് ഇല്ലാത്ത കാരണം വീഡിയോ എടുക്കില്ല. തന്നെ എങ്ങനെയൊക്കെ പാടൊക്കെയാണ് വീഡിയോ എടുക്കുമ്പോൾ സേലത്തും ഡിമാർട്ട്, റിലയൻസ്, നമ്മളവിടെ റിലയൻസ് ഉണ്ടോന്ന് എനിക്കറിയില്ല. റിലയൻസ് ഞാൻ കണ്ടിട്ടില്ല, ഡിമാർട്ടും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ട്രോളിക്ക് എന്താ റേറ്റ്? 3 ട്രോളിയും കൂടി 6500 ആണ്. ഇപ്പൊ എന്തായാലും ഞാൻ പറയാം. ഒന്ന് വാങ്ങണമെങ്കിൽ മിയാസിന്റെ ചെറിയ ബാഗിന് എത്ര ഉണ്ടാവും? തനിയെ വാങ്ങണമെങ്കിൽ 2000 ഉണ്ടാവും. ഒറ്റക്ക് വാങ്ങണമെങ്കിൽ 2000 രൂപ. അപ്പൊ നമുക്ക് 3 കിട്ടിയത് ലാഭമാണ്. ഇത്
ഇത് എന്താ സിംഗിൾ ഉള്ളതും ഉണ്ട്, ഡബിൾ ഉള്ളതും ഉണ്ട്. അപ്പൊ ഈ നമ്മുടെ ഈ സിബിന്റെ അവിടുത്തെ മൊത്തത്തിലുള്ളത് നമുക്ക് നല്ലത്. നമ്മളൊക്കെ എവിടേക്കെങ്കിലൊക്കെ ഇൻഷാല്ല ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഉംറക്കൊക്കെ പോകാണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പെട്ടികളുണ്ടല്ലോ പോവുക. അപ്പോൾ ഒരു ഇത് വെച്ചിട്ടൊക്കെ കുത്തുത്തരം അതിൽ എന്താ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പൊ കുറച്ച് സ്ട്രോങ് ഉള്ള ബാഗ് വാങ്ങിയതാണ്. 6500 രൂപയ്ക്ക് ഞങ്ങൾക്ക് അധികമായിട്ടൊന്നും തോന്നുന്നില്ല. ഓഫറിൽ പോയപ്പോ ഇനി വാങ്ങിയതാണ്. അപ്പൊ ഇനി വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് സനാക്ക്. സർപ്രൈസ് എടുത്തിട്ടോ സന? ഓ സന അപ്പോ ഞങ്ങള് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ വേറൊരു സർപ്രൈസ് ഉണ്ട് ഇല്ല സന? ഇത് സനാക്കുള്ള സർപ്രൈസ്, ഇത് സനാക്കുള്ള സർപ്രൈസ് ആണ്. ഇത് ഞാൻ ലഭിച്ചു സനാന്റെ സർപ്രൈസ് നമ്മളെ ആമസോൺ അല്ലേ? സനാന്റെ സർപ്രൈസ് ആമസോണും മിയാസിന്റെ സർപ്രൈസ് ഡിമാർട്ടുമാണ്. രണ്ടുപേരെയാണ്. അപ്പൊ എന്തായാലും സനാന്റെ സർപ്രൈസിന് ഞാൻ കൈ കൊടുത്തില്ല. സനേന്റെ ഉള്ള സർപ്രൈസ് പൊളി കൊടുക്കുന്ന ചാൻസ് നമ്മൾ കൊടുക്കാം. നേരെ തുറക്കണം. ഞങ്ങൾക്കില്ലേ ഇതിന്റെ ഉള്ളിലത്തെ ഈ സാധനങ്ങൾ പൊളിക്കുന്നതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. ഈ പുറത്തിടുന്ന കടലാസ് ഉണ്ടല്ലോ അത് പൊളിക്കാൻ സർപ്രൈസ്. ഇനിയിപ്പോ ഇത് പൊളിക്കണം കത്തിയൊക്കെ വേണം. കത്തിയൊന്നും വേണ്ട, കൈ മതി. അത് ഇങ്ങനെ പൊളിക്കുന്ന സാധനം. ഏതെങ്കിലും ഗിഫ്റ്റ് പൊളിക്കാൻ പറ്റാത്ത സാധനം ഉണ്ടല്ലോ, ഒരു മിനിറ്റ് കൊണ്ട് അപ്പൊ പൊളിച്ചു തരും. നോക്കല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. എന്താ கமுத்தி போட்டு பிரிச்சிட்டீங்களா? இப்படி இருக்காம கம்ப்ளீட். അപ്പൊ നമ്മുടെ സനാന്റെ സർപ്രൈസ് ഇതാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് ഞങ്ങൾ വരുമ്പത്തിനും ഓർഡർ ചെയ്ത് വാങ്ങി. ഇതൊന്ന് വ്യത്യാസമായിട്ടുണ്ട്. ഈ വീട് മാത്രമേ ഇന്നത്തെ ഓറഞ്ച് കളറ് അല്ലേ? ഇതിന്റെ കളർ ഇതാണ് ലേഡീസ് കളർ. അപ്പൊ നമ്മൾ വന്നപ്പോ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ പോയാൽ ഞാൻ വിട്ടു. പക്ഷെ ഞങ്ങൾ വരുമ്പത്തിനും വന്ന് ഞങ്ങൾ ഗേറ്റ് തുറക്കുമ്പത്തിനും നമ്മുടെ താഴെ ഓർഡർ ചെയ്ത് വന്ന സാധനം വന്ന ഉടനെ ഇതിന് എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായതാണ്, നമുക്കറിയാം ഇതിന്റെ ഉള്ളിൽ ഇതാണ് സാധനം എന്ന്. അപ്പൊ സാധനം എന്താന്ന് അറിയാം, പക്ഷെ കളർ അറിയില്ല. അപ്പൊ കളർ എന്തായാലും ഇതാണ്. ഇതിന്റെ കളർ എന്താ? പർപ്പിളാണ്. ഇതിന്റെ കളറാണ് പർപ്പിള്. സംഭവം നല്ല അടിപൊളി കളർ. ഇത് ഡബിൾ ഇല്ല. ഇവർക്ക് ഇപ്പൊ ബാഗും ഒക്കെ ആയിക്കോളും. ഇനിയിപ്പോ ഇവര് കോളേജിൽ പോകുമ്പോ നമ്മൾ ഒറ്റക്ക് ബാഗ് ആയി കൊടുക്കൊന്നും വേണ്ട. ഞാൻ சொல்றேன். ഒരു ഷൂവോ ഒരു കണ്ണാടിയും ഇതൊരു ടീഷർട്ടും ഒരു ജീൻസ് പാന്റും കൊണ്ട് പോയി എയർപോർട്ടിക്ക് കുട്ടികളുടെ ട്രോളി. ഇതാണ്. ഇതൊക്കെ എന്തെങ്കിലും സഫാരി ഒരു അടിപൊളിയാണ്. ഇതാണ് ലേഡീസ് കളർ. ലേഡീസ്ക്ക് എന്തെല്ലാം കളർ തരും? ബാർബി കളർ തന്നെ അത്. ബാർബി കളർ ലേഡീസ് കളർ, ലൈറ്റ് പിങ്ക് ലേഡീസോടത്. അതുപോലെ ഈ ഒരു പർപ്പിൾ ലേഡീസ് കളർ. ലേഡീസ് വ്യത്യാസമായിട്ട് സിമെന്റ് കളറ്, ബ്ലൂ കളറ്, അങ്ങനെ സിൽവർ കളർ, അതൊക്കെ ആയിരിക്കും ജെൻസിന്റെ. അപ്പൊ ഇതാണ് സനക്കുട്ടിക്ക് ഞങ്ങൾ വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ ഇന്ന് എന്തായാലും നമ്മുടെ ട്രാവലിന് ഈ രണ്ട് ആ ഒരു ബാഗ് ഓർത്തിട്ട് വരുന്നത്. അപ്പൊ എനിക്കിപ്പോ ഈ കാര്യം ഭയങ്കര സന്തോഷമായി. ஹைட் டிஃபரன்ஸ் வருது பாரு. சனால வருது லைட்டா ஹைட். ஆனா 2.55 சென்டிமீட்டர் தான். ரெண்டுமே ஒண்ணு தான். வீதி அதிகம் இது. இது அகலம், இது அகலம் கம்மி. ഇതിന്റെ ഉള്ളിൽ നിറയെ ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് തുറന്നു നോക്കില്ല ഇതിന്റെ ഉള്ളില്. അങ്ങനെ ഈ പെട്ടി തുറക്കണം. സഫാരിയിൽ 2 സിബുള്ളൂ. ഇതിന് ഒരുപാട് സിബ് ഉണ്ട്. ഇതിന്റെ മേലെ വെച്ചണം. ഇതിന്റെ ലോക്ക് വ്യത്യാസമുണ്ട് അല്ലേ? ലോക്ക് തുറന്ന് നോക്കട്ടെ. ലോക്ക് എങ്ങനെ? 00 തന്നെ തുറസാണോ?
ഇതിൻ്റെ ഉള്ളിൽ സിപ്പ് എന്തായാലും കാണാൻ ലുക്കായിട്ടുണ്ട്. എത്ര സാധനം പക്ഷെ അതിന് ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് അതിന്റെ അല്ലേ ഉള്ളിലത്തെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ഇടുന്നതാണ്. ഇത് ഈ സൈഡിൽ നിന്ന് ഇതങ്ങനെ ഇതിന്റെ ഉള്ളിലൊരു സിപ്പ് ഉണ്ട്. ഇതാ എന്തെങ്കിലും കള്ളക്കടത്തൊക്കെ ഉണ്ടാകുന്ന സുഖമാണ്. എത്രമാനം സിപ്പ് നമുക്കാണ്. ഇതിവിടെ സിപ്പ്, ഇതൊരു സിപ്പ് അല്ലേ, ഇതൊരു കുട്ടി സിപ്പ്. എന്തെങ്കിലുമൊക്കെ പ്രൂഫുകൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഇതിന്റെ ഉള്ളിൽ ഇതാ ഒരു സിപ്പ്. കൊള്ളാറിന്നറിയാം. പക്ഷേ ഇത് രണ്ടും നല്ല വലിപ്പമുണ്ട്. എത്ര സിപ്പ് മൊത്തം? 1 2 4 മിയാസിക്ക് തൗന്തമായി കടിച്ചിട്ട് മിയാസിക്ക് മേക്കപ്പ് സെറ്റ് ഇല്ല. അത് കാരണം മിയാസിന്റെ ഡ്രസ്സില മാത്രം. മിയാസിന്റെ ഡോക്ടറിലെ ധാരാളാണത്. അപ്പൊ മിയാസ ഇനി മുതൽ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ പെട്ടിയിലായിരിക്കും എന്റെ ഡ്രസ്സ്. എപ്പോഴും ഇത്ര വയസ്സ് വരെക്കും നിങ്ങളുടെ തുണിയൊക്കെ ഞാനല്ലേ ഏറ്റിക്കൊണ്ടുപോയത്. ഇനി നിങ്ങൾ എന്റെ തുണി ഏറ്റിക്കൊണ്ടുപോയി. ഒന്നാമത് ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് പേര് എടുക്കണം എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ വീട്. ഈ വീട് മാത്രം ഇത് വേറെ, ഇത് മാത്രം പിങ്ക്. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ റേറ്റ് എന്തായാലും എല്ലാരും ചോദിക്കും. ഇതിന് എത്ര ഓഫർ? ആമസോൺ ഓഫറാ 2200. ഇതിന് 2200. അപ്പൊ എക്സ്ട്രാ എന്താ ഇഷ്ടമുള്ള കളറുണ്ട്. അപ്പൊ സന ഇപ്പൊ ഇഷ്ടമുള്ള കളർ വായിട്ടുണ്ട്. ഇത് കളർ കണ്ടപ്പോ സംഭവം അടിപൊളിയായി. ഈ ഒരു കളർ ഈ കളർ മാറില്ല തന്നെ. ഞങ്ങൾ ഫസ്റ്റ് സഫാരിയില നോക്കിയില്ല, ഒരേമാതിരി ആവും കേട്ടാ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ട്രാവലിന് നമുക്ക് കുറച്ചധികം ദൂരം പോകാനുള്ള ട്രാവലാണ്. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ ഇനിയിപ്പോ ഇതിൽ സെറ്റ് ചെയ്യണം. 2 ബാഗ് ഉണ്ട്. ഇനിയിപ്പോ പോകുമ്പത്തിന് എന്തായാലും എത്ര നാൾ മുന്നെടുക്കല്ലേ? ഒരു മാസം. ഇതാ ഇത് 2 നാളായി. ഇത് 2 ദിവസം മുന്നേ അന്ന് നമ്മൾ ഈ സ്നേഹാസിന് വേഗം ആകുമ്പോൾ തന്നെ നമ്മൾ കരഞ്ഞപ്പോൾ നമ്മൾ കുറേ നോക്കും. ലാസ്റ്റ് നമുക്ക് പറ്റിയ കളർ ഓരോന്നിനും ഓരോരോ റേറ്റ് എടുക്കും. ചിലപ്പോൾ അത് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എന്തായാലും ആമസോണിൽ നിന്ന് എപ്പോഴായിരിക്കും ഒരു പേടിയുണ്ട്. ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇന്നൊക്കെ വാങ്ങുമ്പോൾ ചില സമയം നമ്മളെ ചതിക്കും. ചിലപ്പോൾ ഡാമേജ് അത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ നല്ല സേഫ്റ്റി ആയിട്ട് അതുകൊണ്ട് മാറൂല. അപ്പൊ അങ്ങനെ സനാക്കോ സർപ്രൈസ് ആയി. അപ്പൊ നമ്മുടെ വഴിയെ നമ്മൾ എങ്ങനെയാ പോണേ, എവിടേക്കാണ്, ട്രെയിൻ എന്താണ് ഏതാണെന്നൊക്കെ വഴിയുള്ള വീഡിയോ എല്ലാവരും കാണാം. അപ്പൊ ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.